Hello everyone, welcome to another video. ഇന്നത്തെ വീഡിയോ ഒരു എംടീസ് വീഡിയോയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് എംടീസ് വീഡിയോ എന്ന് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ ഈ ചാനൽ ഒരുപാട് എംടീസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ എംടി ആക്കുകയും ചെയ്ത പ്രൊഡക്റ്റുകളെ കാണിക്കുകയും അവയെ പറ്റിയിട്ടുള്ള എൻ്റെ മിനി റിവ്യൂസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കാരണം കുറച്ച് നാളുകളായിട്ട് എംടി ചെയ്തത് കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം 100% ജെന്യുവിൻ ആയിട്ടുള്ള എൻ്റെ റിവ്യൂസ് ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ അതുകൊണ്ടാണ് ഞാൻ അവയെ യൂസ് ചെയ്തതും അതുപോലെ തന്നെ എംടി ആക്കിയതും. പക്ഷേ ഈ യൂസ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ ഒരു എംടി വീഡിയോയിൽ മെയിനായിട്ടും ഞാൻ ബോഡി കെയർ പ്രൊഡക്റ്റുകളും സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും മേക്കപ്പ് പ്രൊഡക്റ്റുകളുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ എനിക്ക് എംടീസ് ആയിട്ട് നിങ്ങളെ കാണിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ എംടി എന്ന് പറയുന്നത് ഇതാണ്. ഇത് എം കഫീൻ്റെ ചോക്കോ ബോഡി ലോഷൻ വിത്ത് കൊക്കോ ബട്ടറാണ്. 250 ml ഒരു പാക്കേജ് ആയിരുന്നു ഇത്. ഇതിൻ്റെ MRP വന്നത് 299 rupees ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എംടി ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റുമായിരുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോർമൽ ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക് വളരെയധികം നല്ലൊരു ബോഡി ബട്ടറാണ്. ഡ്രൈ സ്കിൻ, ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക് ഇത് അത്ര സ്യൂട്ടബിൾ അല്ല. ഇവിടെ നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കാണ് ഇത് സ്യൂട്ടബിൾ എന്നാണ് പറഞ്ഞത്. കുറച്ച് അധികം ലോഷൻ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്, കുറച്ചധികം വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള ഒരു ബോഡി ലോഷനാണിത്. അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്കൊന്നും തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു ബോഡി ലോഷനായിരുന്നു ഇത്. എന്നാൽ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക് അവരുടെ ഡ്രൈ സ്കിൻ ഒന്ന് കോമ്പാക്ട് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു ബോഡി ലോഷനല്ല. ഒരു മൈൽഡ് ഡ്രൈ അല്ലെങ്കിൽ നോർമൽ കൈൻഡ് ഓഫ് സ്കിന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബോഡി ലോഷനാണിത്. നല്ല ഫ്രാഗ്രൻസ് ആണ്. ആ ഒരു ചോക്ലേറ്റ് സ്മെല്ലൊക്കെ നല്ല രീതിയിൽ വരും. നമുക്ക് കുളിച്ചതിന് ശേഷം നമ്മുടെ ബോഡി കെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ബോഡി ലോഷനാണ്. നോർമൽ സ്കിന്നുകാർക്ക് വളരെയധികം ചേരുന്ന ഒരു ബോഡി ലോഷനായിരിക്കും ഇത്. ബാക്കിയുള്ളവർക്ക് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നൊരു ബോഡി ലോഷൻ അല്ല കേട്ടോ ഇത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബോഡി വാഷ് ആണ് കേട്ടോ. ഇത് പേഴ്സിൻ്റെ പ്യുവർ ആൻഡ് ജെന്റിൽ ബോഡി വാഷ് ആണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു ബോഡി വാഷാണ് ഇത്. എന്താ പറയുക, സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്ക്, ഡ്രൈ സ്കിന്നുള്ള സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് നോർമൽ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെന്റിൽ ബോഡി വാഷാണ്. ഈ ഒരു ബോഡി വാഷ് ഞാൻ സമ്മറിൻ്റെ സമയത്താണ് യൂസ് ചെയ്തത്. ബിക്കോസ് ആ ഒരു സമയത്ത് എൻ്റെ സ്കിൻ വല്ലാതെ എന്തോ ഒരു മോശമായിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തൊരു ബോഡി വാഷ് ആയിരുന്നു കേട്ടോ ഇത്. ഇത് 250 ml പാക്കേജ് ആയിരുന്നു. അറൗണ്ട് 135 rupees ആണ് ഇതിൻ്റെ MRP വരുന്നത്. ലൈക്ക് ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ബോഡി വാഷും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നല്ലൊരു ബോഡി വാഷാണ്. നല്ല ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ലൈക്ക് അല്ലാതെ വലിയ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു ബോഡി വാഷ് അല്ല ഇത്. ഒരു നോർമൽ ആയിട്ടുള്ളൊരു ബോഡി വാഷ്. ഇതും ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. ഇത് ഏതൊരു ഷോപ്പിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഞാൻ പർച്ചേസ് ചെയ്തൊരു നോർമൽ ബോഡി വാഷ് ആയിരുന്നു ഇത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഇനിയും ഞാനിത് പർച്ചേസ് ചെയ്യും വെൻ മൈ സ്കിൻ നീഡ്സ് മോർ പ്യുവർ ലവ്. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ബോഡി വാഷ് ആയിരിക്കും കേട്ടോ ഇത്. ഇനി ഞാൻ എംടി ചെയ്ത എൻ്റെ ഫേസ് വാഷസ് ഏതൊക്കെയാണെന്ന് കാണിക്കാം കേട്ടോ. ഓരോ മാസവും ഓരോ ഫേസ് വാഷ് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ കണക്ക്. മോർണിംഗ് ആൻഡ് ഈവനിങ് ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോഴൊക്കെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻലി ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു ഫേസ് വാഷ്, ഇതാണ് എൻ്റെ ഒരു കണക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫേസ് വാഷസ് എംടീസ് ആയിട്ടുണ്ട്. അത് എല്ലാം ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് എംടി ബോട്ടിൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ആക്നെ മാറാനും അതുപോലെ തന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു 110 ml ഒരു പാക്കേജ് ആയിരുന്നു. ഇതിൻ്റെ MRP വരുന്നത് 325 rupees ആണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തല്ല, ഇതെനിക്ക് ഗിഫ്റ്റഡ് ആണ്. ആക്ച്വലി PR ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ വന്ന ഒരു പാക്കേജാണ്. കുറേ നാളുകൾക്ക് മുൻപ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. ഇതുവരെ പൊട്ടിക്കാതെ ഞാനിങ്ങനെ വെച്ചോണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഇതിൻ്റെ ഡേറ്റ് ഒക്കെ നോക്കിയപ്പോൾ അറൗണ്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഈ ഒരു ഡിസംബറിനുള്ളിൽ തീരും എന്നെനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ പാക്കേജ് ഓപ്പൺ ചെയ്തതാണ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് തീർത്ത ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ സമ്മർ ആയിരുന്ന സമയത്ത് എൻ്റെ ഫേഷ്യൽ സ്കിന്നും ബോഡിയും ഒക്കെ ഭയങ്കര ഒരു മോശമായൊരു കണ്ടീഷനിലായിരുന്നു. ഒത്തിരി ആക്നെ ഉണ്ടായിരുന്നു, ഒത്തിരി ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു.
ആ ഒരു പ്രോബ്ലം വന്ന സമയത്ത് അതൊന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒത്തിരി ഭയങ്കര സ്റ്റബൺ ആയിട്ടുള്ള ആക്നെ അല്ല, മറിച്ച് ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ട് അല്ലെങ്കിൽ സീബം പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ട് സമ്മറിൻ്റെ സമയത്ത് ഡസ്റ്റും പൊല്യൂഷനും ഒക്കെ കൂടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആക്നെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ ഇത്. കാരണം ഇത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു ആക്നെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സീബം ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ പോർസ് എല്ലാം ഓപ്പൺ ആയിരുന്നു. ഈ ഒരു പ്രോബ്ലം എല്ലാം എനിക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ആ ഒരു കാര്യത്തിൽ വളരെ നല്ലതാണ്. ആക്നെ, ലൈറ്റ് ആക്നെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഓവർ ഓയിൽ പ്രൊഡക്ഷൻ കാരണം, സീബം പ്രൊഡക്ഷൻ കാരണം ആക്നെ ആൻഡ് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക ഫേസ് വാഷ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണിത്. അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകളൊന്നും ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ അടുത്ത MT എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതും പ്ലമ്മിൻ്റെ തന്നെ ഒരു സാഫ്രോൺ ആൻഡ് പപ്പായ ഗ്ലോ ബ്രൈറ്റ് ഫേസ് വാഷ് ആണ് കേട്ടോ. ആൻഡ് ഇതൊരു 100 ml പാക്കേജ് ആയിരുന്നു. ഇത് സ്കിൻ ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഗ്ലിസറിനും വൈറ്റമിൻ B5 ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫേസ് വാഷ് ആയിരുന്നു. ഇതും എനിക്ക് PR ആയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് 2 പാക്കേജസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തീർത്തു. അങ്ങനെ വേറെ ബാക്കി 2 ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ഒരേ ഒരു ഫേസ് വാഷ് ആണിത്. ഇതും വളരെ നോർമൽ ആയിട്ടൊരു ഫേസ് വാഷാണ്. നോർമൽ സ്കിന്നുള്ള ആളുകൾക്ക് സ്കിൻ ഒന്ന് ഗ്ലോ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ജസ്റ്റ് ക്ലെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫേസ് വാഷാണ്. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് ഒന്നും തന്നെയില്ല. നോർമൽ ആയിട്ടൊരു ജെൽ ഫേസ് വാഷ് വേണ്ടവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. ഐ ഗെസ് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ദ തിങ് ഈസ്, നമുക്ക് ക്ലെൻസിങ് മാത്രമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ വളരെ നല്ലതാണ്. ആൻഡ് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഓയിൽ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക്, ആഗ്നെ പ്രോൺ സ്കിന്നുള്ള ആളുകൾക്കൊന്നും അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ അത്ര എഫക്റ്റീവ് ആയിട്ടൊരു ഫേസ് വാഷ് ആയിട്ടൊന്നും ഞാനിത് പറയത്തില്ല. ദിസ് ഈസ് ജസ്റ്റ് ഫോർ ദ നോർമൽ സ്കിൻ ടു ക്ലെൻസ് യുവർ ഫേസ്. അതിന് വേണ്ടി മാത്രം ഉള്ളൊരു നല്ലൊരു ജെൽ ഫേസ് വാഷ് ആയിരിക്കും കേട്ടോ ഇത്. ഇനിയുള്ള എൻ്റെ അവസാനത്തെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ജെന്റൽ ഫേസ് വാഷ് ആണ്. ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതും എനിക്ക് PR ആയിട്ട് തന്നെ വന്നതായിരുന്നു. ബട്ട് ദിസ് ഇസ് എൻ അമേസിങ് പ്രൊഡക്റ്റ്. പറയാതെ വയ്യ. നമ്മുടെ സ്കിൻ എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, പൊല്യൂഷൻ കാരണം അല്ലെങ്കിൽ ഓയിൽ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ കാരണം സ്കിൻ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കിൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ടു ഗോ ഫോർ. ഇതും ഇവരുടെ ഈ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാ പ്രൊഡക്ട്സും അമേസിങ് ആണ്, നല്ല എഫക്റ്റീവാണ്. നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഹീൽ ആവുകയും പെട്ടെന്ന് നല്ലൊരു ഹെൽത്ത് കിട്ടുകയും ചെയ്യുന്ന അത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഫീൽ ദാറ്റ് ചേഞ്ച് ഇൻ അവർ സ്കിൻ. pH 5.5 ഉള്ള 100 ml ഹ്യാലുറോണിക് ആസിഡും അതുപോലെ തന്നെ റൈസ് വാട്ടറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഒരു ഫേസ് വാഷാണ്. എല്ലാ സ്കിന്നുകാർക്കും, ഡ്രൈ, നോർമൽ, സെൻസിറ്റീവ് അങ്ങനെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെൽ ഫേസ് വാഷാണിത്. ദിസ് ഇസ് റിയലി എൻ അമേസിങ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ MRP വന്നത് 295 rupees ആയിരുന്നു എനിക്ക് കിട്ടിയ സമയത്ത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ്ഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇറ്റ്സ് എൻ അമേസിങ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടോണറാണ് കേട്ടോ. ഇത് ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു അലോവേര ഹ്യാലുറോണിക് ആസിഡ് ആൻഡ് സ്ക്വാലൈൻ ഹൈഡ്രേറ്റിംഗ് ടോണർ ആയിരുന്നു. ഇത് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണർ ആയിട്ടാണ് വരുന്നത്. ബട്ട് എനിക്ക് നോർമൽ സ്കിൻ ആണുള്ളത്. സ്റ്റിൽ ഞാനിത് പർച്ചേസ് ചെയ്തു ബിക്കോസ് എനിക്കൊരു അലോവേര അടങ്ങിയിട്ടുള്ളൊരു ടോണർ വേണമായിരുന്നു. ആൻഡ് ഡ്രൈ സ്കിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ഹൈഡ്രേറ്റ് ദ ഹോൾ സ്കിൻ. അതുകൊണ്ട് എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്കിൻ ഹൈഡ്രേഷൻ തന്നെയായിരുന്നു. സോ ദിസ് ടോണർ വിൽ മീറ്റ് മൈ റിക്വയർമെൻറ്റ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനിത് പർച്ചേസ് ചെയ്തതാണ്. ഞാനിത് പേർപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു. ദിസ് ഈസ് ഓഫ് 110 ml. അതിൻ്റെ MRP വന്നത് 235 rupees ആയിരുന്നു. ഇതും ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് തീർത്തതാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ഡയറക്റ്റ് ആയിട്ട് സ്പ്രേ ആയിട്ട് എനിക്ക് എൻ്റെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് കണ്ണിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിപ്പോൾ കണ്ണ് എത്ര അടച്ചു വെച്ചിട്ട് ലൈക്ക് സ്പ്രേ ചെയ്താലും എൻ്റെ കണ്ണിലോട്ട് അതിൻ്റെ മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ഒക്കെ പോകും. അതങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കണ്ണ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് റെഡൊക്കെ ആകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നോർമലി കയ്യിൽ സ്പ്രേ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ ടോണറും ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ആക്സിഡൻ്റലി പോലും കണ്ണിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ സ്പ്രേ ചെയ്തിട്ട് മെല്ലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആപ്ലിക്കേഷൻ മാത്രം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് ഇറ്റ്സ് എ റിയൽ ഗുഡ് പ്രോഡക്റ്റ്. നല്ല എന്താ പറയുക എഫക്റ്റീവ് ആയിരുന്നു എനിക്കിത്. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഹൈഡ്രേഷനും അതുപോലെ തന്നെ എൻ്റെ സ്കിൻ കാം ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ച ഒരു ടോണറായിരുന്നു കേട്ടോ ഇത്.
ഇനി ഞാൻ എം ടി ആക്കി എൻ്റെ കുറച്ച് മോയ്സ്ചറൈസേഴ്സ് കാണിച്ചു തരാം. അതിൽ തന്നെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഫേസ് വാഷിൻ്റെ സെയിം റേഞ്ചിൽ വരുന്ന മോയ്സ്ചറൈസറാണ്. ഇത് ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയറിൻ്റെ സെറാമൈറ്റ്സ് ആൻഡ് ഹൈലൂറോണിക് ആസിഡ് സ്കിൻ ബാരിയർ റിപ്പയർ ഫേസ് ക്രീമാണ്. ഇതിനകത്ത് പ്രോബയോട്ടിക്സും റൈസ് വാട്ടറും ഒക്കെ അടങ്ങിയിട്ടുള്ള pH 5.5 വരുന്ന ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ആയിരുന്നു. ഇത് വെരി ഡ്രൈ സെൻസിറ്റീവ് കൈൻഡ് ഓഫ് സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് ക്രീം ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഒന്നും അടങ്ങിയിട്ടില്ല. ഇത് 100 ഗ്രാമിൻ്റെ പാക്കേജാണ്. ഇതിൻ്റെ MRP വരുന്നത് 395 റുപ്പീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് എനിക്ക് PR ആയിട്ട് കിട്ടിയതാണ്. ബട്ട് സ്റ്റിൽ ഞാനിത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ് വാഷിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ക്യൂർ ആവണമെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 days നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കിട്ടണമെങ്കിൽ ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്താൽ മതി. അത്രയും എഫക്റ്റീവായിട്ടൊരു ഫേസ് ക്രീമാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതും ഇനിയും ഞാൻ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ്. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്, ഫേസ് മോയ്സ്ചറൈസർ കൂടിയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ക്ലിയർ മോയ്സ്ചർ ജെൽ ക്രീമാണ്. 2% കോൺസെൻട്രേഷനിൽ നയാസിനമൈഡ് വരുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് മോർ ലൈക്ക് ഒരു ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ള സ്കിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു ക്രീമാണ് കേട്ടോ ഇത്. അല്ലാതെ വേറെ പ്രോപ്പർട്ടീസ് ഒന്നും എനിക്ക് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്തില്ല. നയാസിനമൈഡ് 2% ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്ര വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും നയാസിനമൈഡിൻ്റേതും എനിക്ക് വന്നില്ല. ഇതെനിക്ക് PR ആയിട്ട് കിട്ടിയ പാക്കേജാണ്. 50 ഗ്രാമിൻ്റെ പാക്കേജാണ് കേട്ടോ ഇത്. പക്ഷേ സൈസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണെന്ന് തോന്നും. ലൈക്ക് ലിറ്ററലി ഇതിൻ്റെ സൈസ് ഭയങ്കര വലുതാണ്, നല്ല വെയിറ്റും ഉണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് അധികം സാധനമില്ല. 50 ഗ്രാമിൻ്റെ പാക്കേജാണ് കേട്ടോ. ബാക്കി മുഴുവൻ ഗ്ലാസ് ആണ്, ഭയങ്കര ഹെവിയാണ്. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക സൈസാണ്. പക്ഷെ പാക്കേജിങ് അടിപൊളിയാണ്, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പാക്കേജിങ് ഒക്കെയാണ്. പക്ഷേ കണ്ടൻസ് വളരെ കുറവാണ്. ഇതിൻ്റെ MRP വരുന്നത് 525 റുപ്പീസാണ്. 50 ഗ്രാമിന് തന്നെ 525 വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഡേ ക്രീമായിട്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ നൈറ്റ് ക്രീമായിട്ട് നല്ലൊരു ജെൽ ക്രീമായിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മുഖം മുഴുവൻ നമുക്ക് കവറൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ വാട്ടർ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്രീം ഫിനിഷ് ഒന്നുമില്ല, മോർ ലൈക്ക് എ വാട്ടറാണ് നമുക്ക് ഫീൽ ചെയ്യുക. നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇതൊരു കൈൻഡ് ഓഫ് ആവറേജ് ക്രീമാണ്. ഫേസിലൊക്കെ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, വെറുതെ വാട്ടറി ഫിനിഷുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. ഒത്തിരി ഓയിലി ഫിനിഷ് ഒന്നുമില്ല, മോർ ലൈക്ക് എ വാട്ടർ കൈൻഡ് ഓഫ് മോയ്സ്ചറൈസറാണിത്. ഇനി ഞാൻ പെട്ടെന്ന് എൻ്റെ കുറച്ച് സാമ്പിൾ MTs കാണിക്കാം കേട്ടോ. അതിൽ തന്നെ ആദ്യത്തേതെന്ന് പറയുന്നത് ഇതാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സിക്ക മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് 10 ml ഒരു കുട്ടി ബോട്ടിലായിരുന്നു. സെയിം ഷേപ്പിൽ സെയിം ആ ഒരു എന്താ പറയുക സ്റ്റൈലിൽ തന്നെ വരുന്ന അതേ പാക്കേജിങ്ങിൽ വരുന്ന ഒരു ബോട്ടിലാണ്. ബട്ട് ഇതിൻ്റെ MRP അവർ കൊടുത്തിരിക്കുന്നത് 295 റുപ്പീസാണ്. എനിക്ക് സ്മിറ്റിനിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തപ്പോൾ കിട്ടിയ ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിരുന്നു ഇത്. അടിപൊളി ക്രീമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിഗർ പാക്കേജ് എൻ്റെ അടുത്തുള്ളത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സാധനമാണ്. നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള അവിടെ ഇവിടെയുള്ള ഓപ്പൺ പോഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്ന, നല്ല സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ ഞാനിതിൻ്റെ വലിയ പാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ തീർച്ചയായിട്ടും അടുത്ത MTs വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ അടുത്ത MT എന്ന് പറയുന്നത് സെയിം ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഈ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. ഇത് വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. SPF 50 അടങ്ങിയിട്ടുള്ള PA ട്രിപ്പിൾ+ ഉള്ള UVA UVB പ്രൊട്ടക്ഷനുള്ള ഒരു കുഞ്ഞ് മോയ്സ്ചറൈസിങ് ക്രീം ആയിരുന്നു കേട്ടോ ഇത്. ലൈക്ക് ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലൈറ്റിൻ്റെ ഒരു ഗ്ലെയർ വരുന്നത് കൊണ്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് എ മാംഗോ യെല്ലോ കളറിലുള്ള മാംഗോ ഓറഞ്ച് കളറിലുള്ള ഒരു പാക്കേജ് ആയിരുന്നു കേട്ടോ ഇത്. ഇതൊരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം വാട്ടറി കൺസിസ്റ്റൻസി ഉള്ളൊരു സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് നോർമൽ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. അല്ലാതെ ഓയിലി സ്കിന്നുള്ള അല്ലാതെ എന്നെപ്പോലെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് സീബം പ്രൊഡക്ഷൻ മാറി മറിഞ്ഞുമൊക്കെ വരുന്ന ആളുകൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നുള്ള ആളുകൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനായിട്ട് എനിക്ക് തോന്നിയില്ല ഈ സൺസ്ക്രീൻ. അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലും കാലിലും ഒക്കെ ആയിരുന്നു കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. മുഖത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മുഖം ഭയങ്കര ഓയിലി ആകുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഔട്ട് ബ്രേക്സ് ഒക്കെ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. It's more kind of sunscreen that is suitable for dry skin of people or normal skin people.
ഇത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇനി ഞാൻ പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരു സൺസ്ക്രീനാണ്. ആസ് എ സൺസ്ക്രീൻ നല്ലതായിരുന്നു, ബട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കാരണം ഞാൻ ഇത് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇതും ഞാൻ സ്മിത്തിനിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് 10 ഗ്രാമിൻ്റെ പാക്കേജ് ആയിരുന്നു. യാ, അത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് പറയാൻ. ഇനി ഞാനിത് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. എൻ്റെ അടുത്ത സാമ്പിൾ എം ടി എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് നൈക്കയുടെ പ്രെപ്പ് മീ അപ്പ് ഫേസ് പ്രൈമറാണ്. ഇത് 7 ഗ്രാമിൻ്റെ പാക്കേജ് ആയിരുന്നു. ഇതെനിക്ക് ഫ്രീ പ്രൊഡക്റ്റായിട്ട് നൈക്കിൽ നിന്ന് എന്തോ പർച്ചേസ് ചെയ്ത സമയത്ത് കിട്ടിയതായിരുന്നു. യൂസ് ചെയ്തു, അടിപൊളി സാധനമാണ്. ഇനിയും ഞാൻ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു പ്രൈമറാണ് കേട്ടോ. നല്ല കവറേജ് കിട്ടും, നല്ല രീതിയിൽ പോർസൊക്കെ കവർ ചെയ്യുന്ന നല്ലൊരു പ്രൈമറായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആകെയുള്ളൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കുട്ടി സാമ്പിളാണ്. ബാക്കി എല്ലാം സ്കിൻ കെയർ, ബോഡി കെയർ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഇനി ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ എം ടി പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അതായത് ഈ ഒരു ബോഡി സ്പ്രേ ആണ്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്ത പോപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻസിൽ വരുന്ന ഒരു ബോഡി സ്പ്രേ ആണ്. സ്റ്റുഡിയോയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, അവിടെ ബോഡി സ്പ്രേക്കൊക്കെ വളരെയധികം വില കുറവാണ്. അറൗണ്ട് 99 റുപ്പീസിന് ഈ ഒരു പാക്കേജിലുള്ള പെർഫ്യൂം നമുക്ക് കിട്ടും. ഒരുപാട് ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസസ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രാഗ്രൻസ് ആയിരുന്നു ഈ ഒരു ഫ്രാഗ്രൻസ്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും ഇനി പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഈ ഒരു സാധനം എനിക്ക് 1 മന്ത് പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു ബോഡി സ്പ്രേ ആയിരുന്നു. ഒട്ടും ലാസ്റ്റിംഗ് അല്ലാത്തൊരു ഫ്രാഗ്രൻസുമാണ്. അതുപോലെ തന്നെ ഒട്ടും എന്താ പറയുക, ഒരുപാട് നാൾ കിട്ടത്തുമില്ല. ഒരു 3 വീക്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ്ലി എം ടി ആയിപ്പോയി. ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത പാക്കേജ് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ ഫുൾ ഗ്യാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി അപ്ലൈ ചെയ്യേണ്ടി വന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വൈകിട്ട് വരെ ഒന്നും നിൽക്കത്തില്ല. രാവിലെ വർക്കിന് പോകുമ്പോൾ അടിക്കുന്നു, ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ പോകും. പിന്നെ ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്തില്ല. ആരും തന്നെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെയധികം യൂസ്ലെസ് ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. ഞാനും ഇനി ഒരിക്കലും വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ലാത്തൊരു പ്രൊഡക്റ്റാണിത്. ബട്ട് ഫ്രാഗ്രൻസ് അടിപൊളിയായിരുന്നു. ബട്ട് എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഡിസ്കാർഡിങ് ഇറ്റ് ഫോർ എവർ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചത് വളരെ കുറച്ച് എം ടീസ് മാത്രമാണ്. ആ എം ടീസിൻ്റെ എല്ലാം വളരെ ജെനുവിൻ ആയിട്ടുള്ള 200% ടു ബി ഫ്രാങ്ക് അത്രയും ജെനുവൈൻ ആയിട്ടുള്ള എൻ്റെ റിവ്യൂസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റിവ്യൂസ് 100% വിശ്വസിച്ച് നിങ്ങളുടെ പർച്ചേസസ് ഒക്കെ നടത്താവുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്ന സമയത്ത് ഒരു വട്ടം കൂടെ പറയട്ടെ, എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമിത_മരിയ എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു ID സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത തവണ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.